പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ വി ഡി സതീശന്റെ ശ്രമം. 12:15 ചെന്നിത്തലയെ വീട്ടിലെത്തി സന്ദർശിക്കുമെന്ന അറിയിപ്പ്. വി ഡി സതീശന്റെ ഓഫീസിൽ നിന്നാണ് അറിയിപ്പ് വന്നത്. ദേവൻ എം പി ചേരുന്നു. ദേവൻ നേരത്തെ രണ്ടുപേരെ ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഫലം കാണാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. രമേശ് ചെന്നിത്തല അദ്ദേഹം കടുംപിടുത്തം തുടരുകയാണ്. കടുത്ത അതൃപ്തിയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വി ഡി സതീശൻ നേരിട്ടെത്തുന്നു. അത് 12:15 എന്നാണല്ലോ വാർത്ത. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്യാമിനി, അല്പസമയം മുമ്പാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഓഫീസിൽ നിന്നും അറിയിപ്പ് നമുക്ക് ലഭ്യമായത്. 12:15 കൂടി തന്നെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ നേരിട്ട് സന്ദർശനം നടത്തുമെന്നാണ് ഇപ്പോൾ ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ നേരിട്ടെത്തി വി ഡി സതീശൻ അനുനയിപ്പിക്കാനായി എത്തുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും അദ്ദേഹം തന്നെ ലീഡറാണെന്നും തന്നെ പാർട്ടിയിലേക്ക് നയിച്ച വ്യക്തിയാണെന്നും രമേശ് ചെന്നിത്തല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല കൂടി ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം, ആ ഒരു ആഗ്രഹം കൂടി വി ഡി സതീശൻ പ്രകടിപ്പിച്ചു. പക്ഷേ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തല രാവിലെ വീട്ടിലെത്തിയ ശേഷം ഉടൻ തന്നെ വീട്ടിൽ നിന്നും മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി വീട്ടിലേക്ക് മടങ്ങിയെത്തിയ രമേശ് ചെന്നിത്തല ശരിയാണ്. രാവിലെ അദ്ദേഹം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വിട്ടുപറയാനും തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ പക്ഷേ ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഉടൻ മറ്റൊരു സ്വകാര്യ സന്ദർശനത്തിന് എന്ന് പറഞ്ഞു മടങ്ങുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ പുറത്തുവിടുന്ന വാർത്ത അദ്ദേഹം ചില ഉപാധികൾ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴും അറിയേണ്ടത് ദേവൻ, അദ്ദേഹം 12:15 എന്ന് പറയുമ്പോൾ ഇനി ചുരുങ്ങിയ സമയമുള്ളൂ, ഏറെക്കുറെ അരമണിക്കൂർ. ആ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ തിരികെ എത്തുമോ എന്നുള്ളതാണ്. തീർച്ചയായും ശ്യാമിനി, അത് തന്നെയാണ് ഒരു ചോദ്യമായി ബാക്കി നിൽക്കുന്നതും. സാധാരണഗതിയിൽ അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രധാരണമല്ല രമേശ് ചെന്നിത്തല രാവിലെ വീട്ടിൽ നിന്ന് മടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത്. അദ്ദേഹം രാവിലെ യാത്ര കഴിഞ്ഞെത്തിയ അതേ വേഷത്തിൽ വീട്ടിൽ നിൽക്കുന്ന സാധാരണ വേഷത്തിൽ തന്നെയാണ് ഈ ബന്ധുവീട്ടിലേക്കുള്ള സന്ദർശനത്തിനായി അദ്ദേഹം മടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല അല്പസമയത്തിനുള്ളിൽ തന്നെ സ്വവസതിയിലേക്ക് മടങ്ങി എത്തുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം വി ഡി സതീശന്റെ ഓഫീസിൽ നിന്ന് 12:15 എന്നുള്ള സമയമാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ആ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. എന്നാൽ കൂടിയും ഏകദേശം 12:00 അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപായി തന്നെ രമേശ് ചെന്നിത്തലയെ വീട്ടിലെത്തി സന്ദർശനം നടത്താൻ തന്നെയാണ് വി ഡി സതീശന്റെ നീക്കം. അതോടൊപ്പം തന്നെയാണ് ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ സമാന്തരമായി രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ മന്ത്രിസഭയിൽ തന്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് തന്നെ വേണമെന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു ഉപാധിയുമായി നേതൃത്വത്തിനോട് സമീപിച്ചിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ലഭിച്ചാൽ രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ തനിക്കൊപ്പമുള്ള 2 MLA-മാർക്ക് കൂടി മന്ത്രിസ്ഥാനം വേണമെന്നുള്ള ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബോർഡ് കോർപ്പറേഷനുകളിൽ തനിക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് വ്യക്തമായ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തുവേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് KPCC അധ്യക്ഷ സ്ഥാനവും കൂടി ഇത്തരത്തിൽ ഉപാധിയായി രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നു. എന്തായാലും പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ മറ്റൊരു സ്വകാര്യ സന്ദർശനത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒക്കെ ഇപ്പോൾ നിലവിൽ വാർത്തയായി വരികയാണ്. നിർണായകമായ മണിക്കൂറിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിപ്പോൾ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ എന്ന് പറയുമ്പോൾ മന്ത്രിസഭയിലേക്ക് വകുപ്പുകൾ അതിലൊക്കെ ഉടൻ തന്നെ തീരുമാനമാക്കേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അനുനയമൊന്നും ഒരുപാട് അങ്ങ് നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ വി ഡി സതീശൻ 12:15 എത്തുമെന്ന് പറയുമ്പോൾ അതൊരു നിർണായക കൂടിക്കാഴ്ചയായി മാറും. പല തീരുമാനങ്ങളും ചിലപ്പോൾ അതിൽ വന്നേക്കും. അനുനയിപ്പിച്ച് ഒന്നിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയും വളരെ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ബ്രേക്ക്